വിജയകുമാർ, നേരത്തെ തിരച്ചിൽ പലതവണ നടത്തിയ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപമാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് NDRF സംഘം ഇവിടെ ഈ ബ്രിഡ്ജിന് താഴ്ഭാഗത്ത് അടിഞ്ഞുകൂടിയ മരങ്ങൾ നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് റോഡിൽ ഈ പാലത്തിന് മുകളിൽ ഒരു ട്രാക്ടർ നമുക്ക് കാണാവുന്നതാണ്. ഈ ട്രാക്ടറിൽ ഒരു വടം കെട്ടി ഈ പാലത്തിന് താഴ്ഭാഗത്തേക്ക് ഇട്ടു നൽകിയിരിക്കുകയാണ്. പാലത്തിന് താഴ്ഭാഗത്ത് രണ്ട് NDRF ഉദ്യോഗസ്ഥർ താഴ്ഭാഗത്തുണ്ട്. അവർ അവിടെ ഈ താഴ്ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മരങ്ങളെല്ലാം തന്നെ വെട്ടി ഈ കയറിൽ കെട്ടി ഈ ട്രാക്ടർ മുഖേന അത് വലിച്ചു നീക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. പാലത്തിന് മുകളിൽ നിരവധി NDRF ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാവുന്നതാണ്. അവരുടെ കയ്യിൽ വടവുമുണ്ട് എന്നുള്ളതാണ്. വളരെ അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ താഴ്ഭാഗത്തുള്ള അടിഞ്ഞുകൂടിയിരിക്കുന്ന മരങ്ങളിൽ ഈ കയർ കെട്ടി ട്രാക്ടറിലേക്ക് വലിക്കുമ്പോൾ പലപ്പോഴും ട്രാക്ടർ പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ അത്രയും അടിഞ്ഞുകൂടിയിരിക്കുന്ന മരത്തിന്റെ അളവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്പസമയം മുന്നെയാണ് ഈ ഭാഗത്തു നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ആ ശരീരഭാഗം നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ചാലിയാറിന്റെ അതായത് കുമ്പളപ്പാറ എന്ന് പറയുന്ന ഉൾവനത്തിൽ നിന്നും ഒരു ശരീരഭാഗം അല്പസമയം മുന്നേ കണ്ടെത്തിയിരുന്നു. ഇവ രണ്ടുമാണ് നിലവിൽ ഇന്ന് നടന്ന തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതോടെ നിലവിൽ 235 ശരീരഭാഗങ്ങളാണ്, അതായത് മൃതദേഹങ്ങളാണ്, ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നിലവിൽ ചാലിയാർ പുഴയിൽ നിന്നും ഒഴുകി നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ താഴ്ഭാഗത്തുള്ള മരം നിലവിൽ വലിച്ച് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ഒരു മുളങ്കൂട്ടം നേരെ ഒഴുകി വന്ന് ഈ പാലത്തിന്റെ തൂണിന് സമീപം അടിഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏതാനും ചില മുളകളാണ് നിലവിൽ മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഈ കനത്ത കുത്തൊഴുക്കിനിടെ രണ്ട് NDRF ഉദ്യോഗസ്ഥർ ഈ പാലത്തിന്റെ താഴ്ഭാഗത്ത് തൂണിനടുത്ത് മുകളിൽ നിന്നും ഒരു വടം അവരുടെ ശരീരത്തിൽ ബന്ധിപ്പിച്ച് അവർ താഴ്ഭാഗത്ത് നിന്ന് ആണ് ഈ മരം കെട്ടി പിന്നീട് അവിടെ നിന്നും മാറി പിന്നീട് ട്രാക്ടർ മുഖേന വലിച്ച് മുകളിലേക്ക് കയറ്റുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ മുകളിലേക്ക് എത്തിച്ചിരിക്കുന്ന മരം ആ കയറിൽ നിന്ന് മാറ്റുകയാണ്. ഇതുപോലുള്ള പ്രവൃത്തി ഇന്ന് രാവിലെ മുതൽ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മറുഭാഗത്ത് നിലവിൽ ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ മറ്റു സന്നദ്ധ പ്രവർത്തകരും ഒപ്പം തന്നെ നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത് ഈ ചാലിയാർ പുഴയുടെ പോത്തുകൽ മുതൽ വാഴക്കാട് വരെയുള്ള 70 കിലോമീറ്റർ ദൂരത്താണ്. അതിൽ പ്രധാനമായും ഈ NDRF സംഘം അതോടൊപ്പം തന്നെ ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തിലെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രാദേശിക സഹായത്തോടു കൂടിയുള്ള തിരച്ചിലും നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം ഉൾവനത്തിൽ നിന്നും ഏതെങ്കിലും ശരീരഭാഗങ്ങളോ ശരീരമോ കിട്ടിയെന്നോ അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ ആരെങ്കിലും ഉയർത്തുകയോ അറിയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മാത്രമാണ് നിലവിൽ വനത്തിനുള്ളിലേക്ക് തണ്ടൽ ബോൾട്ട് അടക്കമുള്ള സേനാംഗങ്ങൾ വനത്തിലേക്ക് പോയി തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ആ കയർ വീണ്ടും താഴോട്ട് ഇറക്കുകയാണ്. നേരത്തെ അവിടെ നിന്ന് ഒരു മരത്തിന്റെ ഭാഗമെല്ലാം തന്നെ മുകളിലേക്ക് വലിച്ചു കയറ്റിയിരുന്നു. അങ്ങനെ നേരത്തെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റിയ സമയത്താണ്, മരം നീക്കിയ സമയത്താണ് ഒരു ശരീരഭാഗം ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ വീണ്ടും ഈ ട്രാക്ടർ പിറകോട്ടെടുത്ത് കയർ കൂടുതൽ ലൂസാക്കി താഴോട്ട് വീണ്ടും ഇട്ടു നൽകുകയാണ് എന്നുള്ളതാണ്. താഴെ രണ്ട് NDRFിന്റെ രണ്ട് ഉദ്യോഗസ്ഥരെ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇവരാണ് പ്രധാനമായും ഈ താഴ്ഭാഗത്ത് നിന്ന് ഏറെ പണിപ്പെട്ട് ഏറെ ബുദ്ധിമുട്ടി ഈ മരങ്ങൾക്ക് എല്ലാം തന്നെ ഇളക്കി മാറ്റി അതിൽ കയറിട്ടുകൊണ്ട് മുകളിലേക്ക് വലിച്ചു കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഈ ഒടായിക്കൽ കം ബ്രിഡ്ജിന് സമീപത്ത് നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് നിലവിൽ വെള്ളത്തിന്റെ ലെവൽ കുറഞ്ഞ സമയത്ത് കൂടുതൽ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് പ്രധാനമായും നേരത്തെയൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയ ഇടങ്ങളിൽ തന്നെയാണ് വീണ്ടും തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം പുഴയുടെ പലയിടങ്ങളിലും മണൽത്തിട്ട് രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ തോത് കുറഞ്ഞപ്പോൾ മണൽത്തിട്ട പൊങ്ങി വന്ന ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തിയാൽ കൂടുതൽ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ തെരച്ചിലിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തിയ ശരീരഭാഗങ്ങളിൽ നിലവിൽ 4 ശരീരഭാഗങ്ങൾ മാത്രമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉള്ളത് എന്നുള്ളതാണ്. ബാക്കിയെല്ലാം തന്നെ നിലവിൽ പോസ്റ്റ്മോർട്ടം എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വയനാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഇവിടെയുള്ള ശരീരഭാഗങ്ങൾ ജീർണിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ
തന്നെ സ്വാഭാവികമായും നിലമ്പൂരിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാര പ്രവർത്തികൾ നടക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അതിലൊരു അന്തിമ തീരുമാനം വന്നിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. നാളെയും ഇത്തരത്തിലുള്ള തിരച്ചിൽ തന്നെയായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഈ അപകടം നടന്നത് വയനാട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും കണ്ടെത്തിയത് ചാലിയാർ പുഴയുടെ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിലാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. 235ഓളം ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഉൾപ്പെടെ 235 ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. വിജയകുമാർ, ചാലിയാറിൽ മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തെ ദൃശ്യങ്ങളാണിത്. അവിടെയാണ് NDRFിൻ്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുന്നത്. വലിയ തടികളൊക്കെ വന്ന് ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ അവിടെ അടിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇളക്കി പരിശോധിക്കുകയാണ് NDRF സേനാംഗങ്ങൾ. അവിടെ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സമീർ ബിൻ കരീം നൽകിയത്.